എൻ്റെ പേര് വിനയേന്ദ്രൻ. ജയൻ സാറുമായിട്ട് എനിക്ക് വീടുമായിട്ടുള്ള ബന്ധങ്ങൾ. ഞങ്ങൾ അയൽവാസികളാണ്. ജയൻ സിനിമാ ഫീൽഡിൽ പോകുന്നത് തന്നെ 74-ലാണ്. 74-ൽ പോയി സിനിമയിലോട്ട് കടന്നത് ഫസ്റ്റ് സിനിമ എന്നുള്ള ശാപമോക്ഷമാണ്. ആദ്യം ജോഷി എന്ന് പറഞ്ഞൊരു നടൻ എറണാകുളത്ത് വെച്ച് എൻ്റെ പുള്ളി പറഞ്ഞ കാര്യമാണ്. പുള്ളിയുടെ സ്നേഹിതനായിരുന്നു. പുള്ളി പറഞ്ഞ് ജയൻ സാറെ ഒരു 2-3 റോൾ ഇതിനകത്ത് എടുക്കാൻ പറഞ്ഞു. ഞാൻ ശാപമോക്ഷം നന്ദിയാബോധമാണ് സിനിമാ ലോകത്തോട്ട് കടക്കുന്നത്. പിന്നെ സിനിമാ ലോകത്തോട്ട് കടക്കുന്നതെല്ലാം പ്രേമനസ്കറിന്റെ സഹായം കൂടുതലും ഉണ്ട് പുള്ളിക്ക്. പുള്ളിയെ ഏറ്റവും പ്രോത്സാഹനം കൊടുത്തത് പ്രേമനസ്കർ. ഇതെല്ലാം ഞങ്ങളോട് ഒന്ന് പറയും. ഏത് കാര്യം ഉണ്ടായാലും വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. ഞാൻ ഈ ജംഗ്ഷനിൽ കാണും എപ്പോഴും. പിന്നെ എനിക്ക് വലിയൊരു തീരാ നഷ്ടമാണ് ജയൻ സാറ് പോയത്. ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന വിളിയെ വിളിക്കത്തുള്ളൂ. ദൈവണ്ണാണ്. ദൈവണ്ണ എറണാകുളത്ത് തന്നെ കൊണ്ടുവന്ന കാറാ KR 134 ഫ്ലാറ്റാണ് കൊണ്ടുവന്നത്. അത് ഇവിടെ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തിട്ടാണ് വൈച്ചാക്കുന്നത്. അത് വേറെ ആരും ഉപയോഗിക്കത്തില്ല. പുള്ളി ഇവിടെ ഇട്ടായി ഈ പിറ്റത്തിട്ടാണ് കഴിവ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് വീടുമായിട്ടുള്ള സിനിമാ ഫീൽഡ് പറഞ്ഞില്ല 6 വർഷമേ ഇരുന്നുള്ളൂ. പെട്ടെന്നുള്ള ഒരു ഉയർച്ചയായി. അത് ഒരുപാട് നസീറിൻ്റെ ഏറ്റവും പ്രോത്സാഹനമാണ് ജയൻ സാറിന് ഇത്രയും വളർത്തിയത്. കുഞ്ചാക്കാരുടെ അടുത്തൊന്ന് കൊണ്ടുപോയതും കാശി സ്ഥലം പഞ്ചായത്ത് ഇവിടെ ശ്രീകുമാരൻ തമ്പി, ശശികുമാർ സാറ് എല്ലാവരും വന്നിട്ടുണ്ട്. സംവിധായകന്മാർ. പുള്ളി മരിച്ചു കഴിഞ്ഞ ശേഷം ഈ കാശിൻ്റെ ഇടപാടിനുമൊക്കെ. അപ്പോൾ അനിയച്ചാൽ ആൾ ശരിയല്ല. അനിയച്ചാൽ കുഴപ്പം കൊണ്ടാണ് ഇത് ഇത്രയും തകരാറ്. അല്ലെ ഇവിടെ ജയിപ്പിച്ചേനെ 4 സെന്റിനകത്ത്. പുള്ളിക്ക് സിനിമാവിലെ പൈസ മാത്രം പോയിട്ട് പുള്ളി ഇല്ല, മരിച്ചുപോയി. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് ഒരു 6 വർഷം ഇരുന്നെങ്കിലും 90-ലാണ് ജയന് ഇത്രയും ഫേമസ് ആയിട്ട് വരുന്നത്. 10 വർഷം അനക്കമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഫോട്ടോ സഹിതം എൻ്റെ കടക്കകത്തുണ്ട്. മശാനത്ത് ബോഡി എടുത്തവനും ഇവിടെ നിന്ന് മുളങ്ങാട് മശാനത്താണ് കൊണ്ട് ജയിപ്പിച്ചത്.